ചില ദിവസങ്ങളിൽ എനിക്ക് എന്നെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പൊ എന്നെയും കൂട്ടി ഞാനൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ പുറത്തു തന്നെ ഇറങ്ങിയപ്പോ ദേ വന്നിരിക്കുന്ന ചാടി കയറി കൃഷ്ണാഞ്ജലി. എന്തായാലും ഒറ്റയ്ക്കൊരു വഴിക്കൂടില്ല. വന്നു. എന്നാ ഇനി ആള് കൂടുന്നതിന് മുന്നേ രണ്ടുപേർക്കുള്ള ഡേറ്റ് ആക്കാം ഇന്നെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതേ പുറത്തേക്ക് പോകാൻ കേട്ടോ. ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് ലുലുവിലേക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൃഷ്ണാഞ്ജലി പൊക്കി കാണിക്കുന്നത് KSRTCയുടെ ചലോ കാർഡാണ്. ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വീഡിയോ എന്റെ ചാനലിലുണ്ട്, പോയെന്ന് കണ്ടു നോക്കണേ. ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇതേ ആ സിഗ്നലിന്റെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ബസ് വന്നു. ഇനി ഞങ്ങളൊന്ന് ബസ്സിൽ കയറട്ടെ. ഇന്ന് കിട്ടിയത് എന്തായാലും ഇലക്ട്രിക് ബസ് ആയിരുന്നു. അതിലിരുന്ന വണ്ടി പോകുന്ന സൗണ്ട് പോലും കേൾക്കില്ല. നല്ല സുഖത്തിന് അങ്ങോട്ട് പോകും. അങ്ങനെ ദേ ഞങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര ബസ്സിൽ കയറി എന്ന് പറഞ്ഞാൽ ഈ തൊപ്പി തലേന്ന് വരാൻ കൃഷ്ണാഞ്ജലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ലുലു സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് പോവാണ്. മെയിനായിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം, കൃഷ്ണാഞ്ജലിക്ക് ഒരു ഷ്രഗ് വാങ്ങിക്കാനുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള നീരജയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാനും ഗോപികയും ചേർന്ന് നീരജയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നീരജയ്ക്ക് ഒരു ടോപ്പ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ എസ്കലേറ്റർ ഒക്കെ കയറി എത്തിയിട്ടുണ്ട്. മാക്സിന്റെ വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിലും ആദ്യം പോയത് സ്റ്റുഡിയോയിലേക്കായിരുന്നു കേട്ടോ. ചെന്ന പാടെ ഒരു ക്യാരി ബാഗും വാങ്ങി തോളിലിട്ടുകൊണ്ട് പോവാണ്. ഇതിന് മാത്രം സാധനം എടുക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടിയതല്ലേ തോളിലിട്ടേക്കാന്ന് പറഞ്ഞ് കൃഷ്ണാഞ്ജലി ഇതേ തോളിലെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനൊരു ചെരുപ്പ് എടുത്തു. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കുമെന്ന് വിചാരിച്ച് ഞാനത് എടുത്തില്ല. പിന്നെ ഞാനൊരു അടിപൊളി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ബില്ലടിച്ചു. സ്റ്റുഡിയോന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. നീരജയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് സ്റ്റുഡിയോയിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിലും ബെസ്റ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അറിയാനാണ് ഒന്നാമത് ഇറങ്ങിയത്. അത് മാത്രമല്ല കൃഷ്ണാഞ്ജലി അവൾക്ക് ഷ്രഗ് അവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പൊ അതും കൂടി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫാഷൻ സ്റ്റോറിലേക്കുള്ള പോക്ക് കേട്ടോ. കൃഷ്ണാഞ്ജലി ആക്ച്വലി ഓണം സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഷ്രഗ് തപ്പിയാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അങ്ങനെ നീരജയ്ക്കുള്ള ഡ്രസ്സും കൃഷ്ണാഞ്ജലിക്കുള്ള ഷ്രഗും എന്റെ ചെരുപ്പും ഒക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വെറുതെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി 1-2 സാധനങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓണം സെലിബ്രേഷനോടനുബന്ധിച്ച്. ലുലുവില് എന്നും ഉത്സവമാണ്. ഓണം ആയതുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ദേ മാവേലി കൊമ്പത്ത്, അയ്യോ അല്ല, ദേ മാവേലി ബൈക്കിലിരിക്കണു. അങ്ങനെ അലങ്കാര പണികളൊക്കെ കണ്ടോണ്ടിരുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ ഊബർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഊബറിൽ കയറി ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. എന്തോ പറ്റിയോ ആവോ കൃഷ്ണാഞ്ജലി തൊപ്പി തലേന്ന് ഊരി കളഞ്ഞിട്ടുണ്ട്. നന്നായി ക്ഷീണിച്ചത് കൊണ്ട് ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി വർത്താനം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഹലൈസിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പുറത്ത് നല്ല അടിപൊളി കടികളും ചായയും കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ കയറി ഞങ്ങൾ രണ്ടുപേരും ഓരോ കടിയും എടുത്തു. ഒരു കോഫിയും ഒരു ചായയും പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. എന്തോ വലിയ എക്സ്പെക്ടേഷനിലുള്ള കടിയായിരുന്നു. പക്ഷെ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, അതത്ര ഇഷ്ടമായിട്ടൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് കടിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയേ. റോഡിൽ ഇപ്പൊ നല്ല തിരക്കാണ് കേട്ടോ. കൃഷ്ണാഞ്ജലി നേരെ ഫ്ലാറ്റിലേക്ക് പോയി. ഹലൈസിന്റെ അടുത്ത് തന്നെയാണ് കൃഷ്ണാഞ്ജലിയുടെ ഫ്ലാറ്റ്. ഞാൻ ഈ പോകുന്നത് അഷ്ടമുടി ബ്യൂട്ടി പാർലറിലേക്കാണ്. എനിക്കൊന്ന് ത്രെഡ് ചെയ്യുകയും ക്ലീനപ്പ് ചെയ്യുകയും ചെയ്യണമായിരുന്നു കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോഴേക്കും എന്നെ ത്രെഡ് ചെയ്യാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയെന്ന് കാണാൻ സുന്ദരിയായില്ലേ. ഇനി ക്ലീനപ്പിനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെ കിടന്ന ബ്രൗഷർ എടുത്ത് അതിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചു. ക്ലീനപ്പ് ചെയ്തത് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയല്ലേ. എന്റെ ഫേസ് ഒന്ന് ക്ലീൻ ആയതുപോലെ എനിക്കും തോന്നി. ഇവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവരും ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീരജയും ഗോപികയായിരുന്നു. അപ്പൊ ഞങ്ങളിതേ ഒരുമിച്ച് തിരിച്ച് PGയിലേക്ക് പോയിട്ടോ. PG ചെന്നത് തന്നെ വിശന്നിട്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ മുഖവും കൈയൊക്കെ കഴുകിയിട്ട് ഞങ്ങളെടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഇന്ന് ചപ്പാത്തി നല്ല അടിപൊളി കറിയായിരുന്നു. പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് നീരജ കേട്ടോ. ഗോപിക തൊട്ട് അപ്പുറത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇതെന്തായി കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഡോർ അടച്ചു കഴിയുമ്പോൾ എന്റെ വീഡിയോ ഓഫ് ചെയ്യണമെന്നും ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോൾ വീഡിയോ ഓൺ ആക്കണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ഇതിന്റെ ഇടയ്ക്ക് ഈ പണി ഒപ്പിച്ചത് ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് കണ്ടത്. ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് നോക്കിയാലോ. ഇതെന്താണെന്ന് എനിക്കറിയാം, കാരണം ഞാനാണല്ലോ ഓർഡർ ചെയ്തത്. വേറെ ഒന്നല്ല, ഞാൻ സാരിയുടെ കൂടെ ഓണം സെലിബ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് വിയർ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ ആക്ച്വലി സാരി ഉടുക്കുന്നത് പ്ലാൻ മാറ്റിയിട്ട് ധാവണി ആക്കിയിട്ടുണ്ട്. അപ്പൊ ധാവണിയുടെ കൂടെ ഇത് എത്ര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനൊന്ന് പൊട്ടിച്ചു നോക്കാം. സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാരി ഉടുക്കുമ്പോൾ എന്തായാലും ഇത് വർത്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ധാവണിയുടെ കൂടത്തുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് കൂടെ കാണിച്ചു തരാം കേട്ടോ. നീരജ കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ പാച്ചക്കുട്ടന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ടിഫിൻ ബോക്സ്. ഇതാകുമ്പോൾ ഫുഡൊക്കെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് ഇതിലിട്ട് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നീരജയ്ക്കും സോനുവേട്ടനും ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.